കടുവകളുടെ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിൻ്റെ അതിർത്തികളെന്ന് പറയുന്നത് കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും കേരളത്തിലെ വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. ഈ കടുവ സംരക്ഷണം എന്ന് പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാടിൻ്റെ മൊത്തം സംരക്ഷണമാണ്. കാരണം ഒരു കടുവ ശരിയായ രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തിന്നാനുള്ള മറ്റ് മൃഗങ്ങൾ വേണം. അത് പ്രധാനമായിട്ടും സസ്യബുക്കുകളായിരിക്കും. പിന്നെ ആ സസ്യബുക്കുകൾക്ക് ജീവിക്കണമെങ്കിൽ മരങ്ങളും കാടും ഒക്കെ വേണം. അപ്പോൾ കാടിൻ്റെ പൂർണ്ണമായ സംരക്ഷണം, അതാണ് കടുവ സംരക്ഷണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലെ വനങ്ങളിൽ ഒരുപാട് കടുവകളും അതുപോലെ സിംഹങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ കടുവകളെ നേരിടാൻ വയ്യാതെ സിംഹങ്ങളൊക്കെ ഇങ്ങനെ ഒതുങ്ങി ലാസ്റ്റ് ഗീർ വനത്തിൽ മാത്രമായി ഇന്ന് ചുരുങ്ങി. കാട്ടിലെ ശരിയായ രാജാവെന്ന് പറഞ്ഞാൽ സിംഹമല്ല, കടുവയാണ്. സിംഹത്തിന് ഓപ്പൺ ഫോറസ്റ്റിൽ മാത്രമേ സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കിയാണ് 1972 അതുവരെ ദേശീയ മൃഗമായിരുന്ന സിംഹത്തിനെ മാറ്റി കേന്ദ്ര ഗവൺമെൻറ് കടുവയെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചു.